വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള വിവരം ഞങ്ങൾക്ക് പലയിടത്തുനിന്ന് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കൊക്കെ തന്നെ നേരത്തെ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം കൃത്യമായിട്ട് ഹോട്ടൽ ഉടമകളുമായിട്ടൊക്കെ ഞങ്ങൾ വ്യത്യസ്ത സാഹചര്യങ്ങൾ സംസാരിച്ചിരുന്നു. അതാത് സ്ഥലങ്ങളിലുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർമാരുൾപ്പെടെയുള്ളവർ ആരോഗ്യപരിപാലന രംഗത്ത് നല്ല രീതിയിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. എന്നിട്ടും ചില ഹോട്ടലുകൾ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഭക്ഷണം തയ്യാറാക്കുന്നത്, വിതരണം ചെയ്യുന്നതെന്ന് കിട്ടിയ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ ഇനി കാത്തിരിക്കാൻ വേണ്ടി തയ്യാറല്ല. ശക്തമായിട്ടുള്ള നിയമ നടപടികളിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ കടക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം 95 സ്ഥാപനങ്ങളിലാണ് ക്ലീൻ സിറ്റി മാനേജർമാരുടെ നേതൃത്വത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർമാരും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ഉൾപ്പെടുന്ന 100 കണക്കിന് ജീവനക്കാർ പല സ്ക്വാഡുകളായി തിരിഞ്ഞുകൊണ്ട് പരിശോധനയ്ക്ക് ഇറങ്ങിയത്. 95 സ്ഥാപനങ്ങളിൽ ഇന്ന് രാവിലെ 7 മണി മുതൽ 1 മണി വരെ 95 സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. 48 സ്ഥാപനങ്ങളിൽ നിന്നും പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങളും വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ പാചകം ചെയ്യുന്നതായിട്ടും ഉള്ള വിവരം അവർക്ക് ലഭിച്ചു. അത് കണ്ടുപിടിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 48 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. 57,500 രൂപ പിഴയായിട്ട് ഈടാക്കി. അതോടൊപ്പം തന്നെ 7 സ്ഥാപനങ്ങളിൽ നിന്നും പഴകിയ ഭക്ഷണങ്ങൾ പിടിച്ചിട്ടുണ്ട്. അവയ്ക്കെല്ലാം തന്നെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അവരിവിടെ ഹാജരായി അടുത്ത നടപടികളിലേക്ക് കടക്കും. അപ്പോൾ ഇനിയും ശക്തമായ റെയ്ഡ് ഉണ്ടാകും. തട്ടുകടകൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, തട്ടുകടകൾക്ക് ആവശ്യത്തിൽ കൂടുതൽ സമയം കൊടുത്തിട്ടുണ്ട് എല്ലാം റെക്ടിഫൈ ചെയ്യാനായിട്ട്. ഇനി രാത്രികാലങ്ങളിലുള്ള തട്ടുകടകൾ കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ ഏതൊരു ഹോട്ടലും, അതിലൊരു കാര്യം ഞങ്ങൾ അടിവരായിട്ട് പറയുന്നു, മുഖം നോക്കാതെയുള്ള നടപടി. എവിടെയെങ്കിലും ഏതെങ്കിലും മേഖലകൾ സ്വാധീനിച്ചുകൊണ്ട് ഇതിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ടിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകിൽ തിരുത്താൻ തയ്യാറാകണം. ഒരു കാരണവശാലും ആരോടും ഒരു കോംപ്രമൈസും ഇല്ല. 7 സ്ഥലങ്ങളിൽ നിന്നാണ് പഴകിയ ഭക്ഷണം, ന്യൂനതകൾ 48 കണ്ടെത്തി. അത് ചിലപ്പോൾ അവിടെ വൃത്തിയില്ലാത്ത അന്തരീക്ഷമായിരിക്കാം. വെള്ളം, പ്ലാസ്റ്റിക്, പഴകി, അതോടൊപ്പം തന്നെ ചൂടുവെള്ളം കൊടുക്കണം എന്ന് പറയുമ്പോഴേക്കും, തിളപ്പിച്ച വെള്ളം കൊടുക്കണമെന്ന് പറയുമ്പോഴേക്കും, തിളപ്പിച്ചാറ്റിയ വെള്ളം കൊടുക്കുന്നത് വെള്ളം തിളപ്പിച്ചിട്ട് കുറച്ച് പകൽ തിളപ്പിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കും കുറച്ച് വെള്ളം, എന്നിട്ട് ബാക്കി പച്ചവെള്ളം ഒഴിക്കും. അങ്ങനെ കൊടുക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതാണ് 47 സ്ഥലം കണ്ടെത്തിയത്. വൃത്തിഹീനമായ അന്തരീക്ഷമൊക്കെ പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങളുള്ളതിൽ 7 സ്ഥലം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരിടം ചിക്കൻ ഇവരെ ഉദ്യോഗസ്ഥരെ കണ്ടപ്പോഴേക്കും എടുത്തുകൊണ്ട് ഓടാൻ വേണ്ടി പരിശ്രമം നടത്തി. ഇന്നലത്തെ മെനങ്ങാത്ത ചിക്കനാണ്. അത് കണ്ടുപിടിച്ചിട്ട് അതിനെ പിടിച്ച് വച്ചിട്ടുണ്ട്. എന്തായാലും ശക്തമായ നടപടികളായിട്ട് മുന്നോട്ട് പോകും. മുഖം നോക്കാതെ നടപടി. ഏത് സ്റ്റാർ ഹോട്ടലായാലും പരിശോധന ശക്തമാക്കും. ഇതിനെ തുടർന്ന് RCC, ശ്രീത്ര അതുപോലുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാർ, 10,000-കണക്കിന് ആൾക്കാർ ദിനം വന്നു പോകുന്ന ആശുപത്രിയിൽ നിന്ന് പിടിക്കും. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവ് ആശുപത്രികൾ, അതുപോലെ തന്നെ കോളേജുകൾ, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ആദ്യം പിടിക്കേണ്ടത്. ഞങ്ങൾ അടുത്ത ദിവസം ആശുപത്രിയിൽ കഴിഞ്ഞാൽ മ്യൂസിയം വളപ്പ്, റെയിൽവേ സ്റ്റേഷൻ, തമ്പാനൂർ ബസ് സ്റ്റാൻഡ്, മറ്റുള്ള സ്കൂളുകൾ, വിമൻസ് കോളേജ്, പിന്നെ അങ്കണവാടികൾ ഇവിടെ നിന്നൊക്കെ പിടിക്കും. അതിനുശേഷം കൗൺസിലർമാരും റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളും ഒക്കെ തന്നെ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. അക്രമകാരികളായ നായ്ക്കാരെ നാട്ടിൽ നിന്നും പിടിക്കും. ഇതിനൊക്കെ തന്നെ കോർപ്പറേഷൻ്റെ ABC സെൻറ്ററിൽ എത്തിച്ച് വന്ധീകരണം നടത്തിയതിനു ശേഷം ഷെൽട്ടറുകളിലേക്ക് മാറ്റും. ഇപ്പോൾ കോർപ്പറേഷനിലുള്ള എല്ലാം തന്നെ ഞങ്ങൾ നവീകരിച്ചിട്ടുണ്ട് കുറച്ച്. അതായത് ഇപ്പോൾ വണ്ടി തരത്തിലുള്ള ഷെൽട്ടറിൽ കൂടുതൽ നായ്ക്കളെ പാർപ്പിക്കാൻ കണക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പേട്ടയിൽ ABC പ്രവർത്തനം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഞങ്ങളിൽ ഉള്ള സൗകര്യം വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാമെന്ന് കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഇതിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. മറ്റൊന്ന്, കൂടുതൽ പോർട്ടബിൾ ABC സെൻ്ററൊക്കെ ആവശ്യമായ ഘട്ടത്തിൽ ഞങ്ങളത് ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ കൈവശം ഒരു ABC സെൻ്റർ ഉണ്ട്, പോർട്ടബിൾ ABC സെൻ്റർ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, നിരന്തരം ആവശ്യപ്പെടുകയാണ്. അതുകൂടെ കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ നായ്ക്കളെ എല്ലാ ദിവസവും വന്ധീകരിക്കാൻ വേണ്ടി സാധിക്കും. എന്തായാലും ഈ ഭരണസമിതി നൽകിയ വാഗ്ദാനം ഞങ്ങൾ നിറവേറ്റുകയാണ്. തിരുവനന്തപുരം നഗരത്തെ തെരുവുനായ് ശല്യത്തിൽ നിന്ന് മോചിപ്പിക്കുവാനുള്ള 2ാം ഘട്ട നടപടികൾ ആരംഭിച്ചു. നല്ല പ്രതീക്ഷ വയ്ക്കാം ഇക്കാര്യത്തിൽ. ഞങ്ങൾക്ക് മാർച്ചിൽ പോർട്ടബിൾ ABC സെൻ്റർ തിരുവനന്തപുരം കോർപ്പറേഷൻ തരാമെന്ന്, അതായത് ഏപ്രിൽ മാസത്തിൽ ഇവിടെ നെടുവങ്ങാട് മുനിസിപ്പാലിറ്റിയുടെ ആക്ടിവിറ്റി കഴിഞ്ഞാൽ മെയ് മാസത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷന് തരാം എന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നതാണ്. ഞങ്ങൾ അതിനുവേണ്ടി മാർച്ച് മാസത്തിൽ തിരുവനന്തപുരം നെടുവങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ ആക്ടിവിറ്റി നടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഏപ്രിൽ മുതൽ തിരുവനന്തപുരം കോർപ്പറേഷൻ തരാമെന്ന് പറഞ്ഞിരുന്നതാണ്. ഞങ്ങൾ അതിനനുസരിച്ച് മണ്ണന്തല ഗ്രൗണ്ട് ഉൾപ്പെടെ തയ്യാറാക്കിയിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയില്ല. എന്താണ് കാര്യമെന്ന് ജില്ലാ പഞ്ചായത്താണ് പറയേണ്ടത്. ഇപ്പോൾ അത് കരവാരം പഞ്ചായത്തിന് കൊടുത്തിരിക്കുന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ആവശ്യപ്പെടുകയാണ്. അത് ഞങ്ങൾക്കൊരു 45 ദിവസം തന്നു കഴിഞ്ഞാൽ കൂടുതൽ നായ്ക്കളെ
വന്ധീകരിച്ച് ഷെൽട്ടറിലാക്കാൻ സാധിക്കും. ഞങ്ങൾ കൊണ്ടുപോയി വന്ധീകരിക്കുന്ന നായ്ക്കളെ തിരിച്ച് തെരുവുകളിലേക്ക് തുറന്നു വിടില്ല. ഞങ്ങൾക്ക് പാർപ്പിക്കാനുള്ള സൗകര്യമുണ്ട്. ചിലരുടെ അവകാശമായിട്ട് സർക്കാർ റോഡ് കൈകാര്യം കടത്തുന്നതായി മാറിയിരിക്കുകയാണ്. അവർക്ക് നൽകുന്നൊരു മുന്നറിയിപ്പാണ്, അവർ ഇപ്പോൾ തന്നെ ആ നടപടിയിൽ നിന്ന് പിന്മാറണം. അതിനെയൊക്കെ തന്നെ ഒഴിവാക്കുവാനുള്ള ഹോംവർക്ക് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തിയാവുന്നതോടുകൂടി ശക്തമായ നടപടികൾ മുഖം നോക്കാതെ തന്നെ അവർക്കെതിരെ സ്വീകരിക്കും. ഇപ്പം ഞങ്ങൾ ഷെൽട്ടറിലേക്ക് 2 ഘട്ടമായിട്ട് ഞങ്ങൾ മാറ്റിയിട്ടുള്ളത് 110 നായ്ക്കളെ 108 നായ്ക്കളെ മാറ്റിയിട്ടുണ്ട്. ബാക്കി കൂടുതൽ കണക്കുകൾ ശേഖരിച്ച് പറയാം. ഇന്നത്ര നായ്ക്കളെ പിടിക്കാൻ സാധിച്ചു എന്നുള്ളത് വൈകുന്നേരം ഷെൽട്ടറിൽ നിന്ന് വരുമ്പോഴേക്കും പറയാം. ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ നിന്ന് പിരിയുമ്പോഴേക്കും അതിനകത്ത് 6 നായ്ക്കളുണ്ടായിരുന്നു. ആ വാഹനത്തിൽ 6 നായ്ക്കളെ പിടിച്ച് കണ്ടതിന് ശേഷമാണ് പിരിഞ്ഞത്. ഇനി ബാക്കി കുറച്ചുകൂടെ അവർ വർക്കിലാണ്, വൈകുന്നേരത്തോട് പറയാം.